ഞെട്ടിച്ച ഒരു വാർത്തയുണ്ടായത് തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂർ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു യുവാവിൻ്റെ കടന്നുവരവും തൻ്റെ കുട്ടിയെ നവജാത ശിശുവിനെ കൊലപ്പെടുത്തി എന്ന വെളിപ്പെടുത്തലുകളുമാണ്. അതിന്മേലുള്ള തുടർ ചർച്ചകളിലേക്ക് കടക്കുകയാണ്. തൃശ്ശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കൊന്ന കേസിൽ വിശദമായ അന്വേഷണത്തിനാണ് പോലീസിൻ്റെ നീക്കം. ഫോറൻസിക് പരിശോധന നടക്കുകയാണ്. പ്രതികളെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. പ്രതികളായ അനീഷയെയും ഭവിനെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. തെളിവ് ശേഖരിക്കൽ പോലീസിന് വലിയ വെല്ലുവിളി എന്നതാണ് ഈ കേസിൻ്റെ ഇപ്പോഴത്തെ പ്രത്യേകത. എന്തായാലും ഇത് സംബന്ധിച്ച് ഏറെ ഞെട്ടിക്കുന്ന പല ദുരൂഹതകൾ ഇപ്പോഴും തുടരുന്നു എന്നാണ് സാഹചര്യം. വിശദമായി പരിശോധിക്കാം. വി വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഇത് സംബന്ധിച്ച് തെളിവ് ശേഖരിക്കൽ ആദ്യം ഇത് തുറന്നു പരിശോധിക്കേണ്ടി വരും. ഇത് രണ്ടും കൊലപാതകം എന്ന FIR ആണ് ഇന്നലെ വൈകിട്ട് വന്നത്. എന്നാൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായത് ആദ്യ കുട്ടിയുടെ മരണം അത് പുക്കിൾ കഴുത്തിൽ ചുറ്റിയുണ്ടായ മരണം എന്നതാണ്. എന്തായാലും പോലീസിന് ഈ തെളിവ് ശേഖരിക്കൽ എത്ര കണ്ട് വെല്ലുവിളിയാണ്. ഇന്ന് അവിടെ നടക്കാൻ പോണ പ്രവർത്തനങ്ങൾ അതെന്താണ്? സൈത്ത്, ഇപ്പോൾ അനീഷയുടെ വീട്ടിലേക്ക് ഫോറൻസിക് സംഘം എത്തിയിട്ടുണ്ട്. വിശദമായ പരിശോധന നടത്തണം. 2021-ലും 2024-ലുമായാണ് ഈ കുഞ്ഞുങ്ങൾ മരിച്ചത്. ഇതിൽ ആദ്യത്തേത് സ്വാഭാവിക മരണമെന്നാണ് പ്രതികൾ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ രണ്ടാമത്തത് ശ്വാസം മുട്ടിച്ചുള്ള കൊലയാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ആദ്യത്തെ കൊലപാതകം അല്ലെങ്കിൽ ആദ്യത്തെ കുഞ്ഞ് മരിച്ചതിലും ഇപ്പോൾ വിശദമായ അന്വേഷണം നടത്തുന്നു. ഇതിൽ ഈ 2 ആൺകുഞ്ഞുങ്ങളാണ്. നവജാത ശിശുക്കളെ കുഴിച്ചു മൂടുകയായിരുന്നു. അവിവാഹിതരാണ് ഈ 2 പേരും. ഇവർ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെടുകയായിരുന്നു. ഇതിനിടയിൽ ആദ്യത്തെ കുഞ്ഞ് 2001-ൽ ജനിക്കുന്നു. വീട്ടിലെ ശുചിമുറിയിലാണ്, അനീഷയുടെ വീട്ടിലെ ശുചിമുറിയിലാണ് ഈ കുഞ്ഞ് ജനിക്കുന്നത്. പൊക്കിൾക്കൊടി കഴുത്തിൽ കുടുങ്ങി ശ്വാസം നിലച്ചു, അങ്ങനെ മരണം സംഭവിച്ചുവെന്നാണ് മൊഴിയായി നൽകിയിട്ടുള്ളത്. രണ്ടാമത്തെ മരണം അത് ശ്വാസം മുട്ടിച്ചുള്ള കൊലപാതകമാണെന്ന് പറയുന്നു. വീട്ടിലെ തന്നെ മുറിയിലായിരുന്നു ആ പ്രസവം നടന്നത്. ഇത് ഗർഭിണിയാണെന്ന് അറിയാതിരിക്കാൻ വയറിൽ മുറുകെ കെട്ടുകയും കൂടുതൽ അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്തു എന്ന കാര്യം പറയുന്നുണ്ട്. ഇവർ പരിചയപ്പെട്ട ശേഷം അനീഷ അകലുമോ എന്ന് ഭവന് ഭയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങളെ കുഴിച്ചിട്ട ശേഷം അസ്ഥി അത് മറ്റ് ചടങ്ങുകൾ ചെയ്യുന്നതിന് വേണം എന്ന് ആവശ്യപ്പെടുകയും അത് കയ്യിൽ വാങ്ങി സൂക്ഷിക്കുകയുമായിരുന്നു. ആ അസ്ഥി കഷ്ണങ്ങളാണ് കഴിഞ്ഞ ദിവസം പുതുക്കാട് സ്റ്റേഷനിൽ നേരിട്ടെത്തി പോലീസിന് കൈമാറിയത്. ഈ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയെന്ന വിവരം പറഞ്ഞതും അത് അനീഷ തന്നിൽ നിന്ന് അകലുന്നു എന്ന ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ താൻ അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. ഇതിൽ വലിയ വെല്ലുവിളി ആയി മാറുന്നത് ഈ കൊലപാതകമാണെങ്കിൽ അത് കണ്ടെത്തുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. കാരണം നവജാത ശിശുക്കളുടെ മരണം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിടുന്നു. രണ്ടാമത്തെ മരണം തന്നെ കഴിഞ്ഞ മാസങ്ങൾ പിന്നിടുന്നു. അല്ലെങ്കിൽ 2021-ലെ ആദ്യത്തെ മരണം, അതിൽ തന്നെ വളരെ ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. മനുഷ്യൻ്റെ അസ്ഥിയാണെന്ന് കഴിഞ്ഞ ദിവസം തന്നെ പ്രാഥമികമായ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഇനി വിശദ പരിശോധനയാണ് നടത്തേണ്ടത്. ഈ പ്രസവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യം പോലീസ് പറയുന്നത് അനീഷ നേരത്തെ ലാബിൽ പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം ഈ മെഡിക്കൽ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് പ്രാഥമികമായ അറിവുള്ള വ്യക്തിയാണ്. ഈ പ്രസവം സംബന്ധിച്ച കാര്യങ്ങൾ യൂട്യൂബിൽ നോക്കി മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. എങ്ങനെയാണ് ഈ പ്രസവവും അനുബന്ധ കാര്യങ്ങളും എന്നത് യൂട്യൂബ് നോക്കി പഠിക്കുകയും ചെയ്തിരുന്നു. ലാബിൽ ജോലി ചെയ്തിരുന്നതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചില ധാരണകളും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ വീട്ടിൽ പ്രസവം നടന്നത്. തനിക്ക് കൂടുതൽ അപകടം വരാത്ത രീതിയിൽ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ ഈ 2 പ്രസവങ്ങൾ നടത്തുകയും അതിനുശേഷം കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. സജിത്ത്, ഓക്കെ, ഇതിൽ മറ്റ് ചില ആഭിചാര ക്രിയകളുടെ സാധ്യത, അത്തരം ചില സംശയങ്ങൾ കൂടി നേരത്തെ തന്നെ ഉയർന്നിരുന്നല്ലോ വിനോദ്. അത്തരം സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? അതും പോലീസിൻ്റെ അന്വേഷണ വിഷയമാണോ? തീർച്ചയായും അത്തരം കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം ഈ അസ്ഥി എടുത്തത് എന്തിന്, അല്ലെങ്കിൽ ഇപ്പോൾ ഭവിൻ പറയുന്നൊരു മൊഴി മാത്രമാണ് പോലീസിന് മുന്നിലുള്ളത്. അത് പൂർണ്ണമായും പോലീസ് മുഖവിലേക്ക് എടുക്കുന്നില്ല. കാരണം ഈ തന്നിൽ നിന്ന് അനീഷ അകന്നു പോകുമെന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. ആ ഒരു ഭയം കാരണം ഇതൊരു തെളിവായി ശേഖരിച്ച് താൻ കയ്യിൽ വെക്കുകയായിരുന്നു എന്നാണ് പോലീസിന് മൊഴിയായി നൽകിയിട്ടുള്ളത്. പക്ഷേ അത് പൂർണ്ണമായും പോലീസ് വിശ്വസിക്കുന്നില്ല. അവിടെയാണ് ഈ ആഭിചാരത്തിൻ്റെയൊക്കെ പ്രശ്നം വരുന്നത്. മറ്റേതെങ്കിലും കാര്യത്തിന് വേണ്ടിയാണോ അസ്ഥികൾ ശേഖരിച്ചത്, കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുകയായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഫേസ്ബുക്ക് വഴിയാണ് ഇരുവരും പരിചയപ്പെടുന്നത്. അതിനുശേഷം അടുപ്പത്തിലാവുകയായിരുന്നു. അവിവാഹിതരാണ്. ആദ്യത്തെ കുഞ്ഞ് 2021-ലും രണ്ടാമത്തെ കുഞ്ഞ് 2024-ലും ജനിക്കുന്നു. 2 ആൺകുഞ്ഞുങ്ങളായിരുന്നു. 4 ദിവസത്തിനുള്ളിൽ തന്നെ ഈ 2 കുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക് പോയി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആദ്യത്തെ മരണത്തെക്കുറിച്ച് ചില മൊഴികൾ നൽകിയിട്ടുണ്ടെങ്കിൽ തന്നെ അതേക്കുറിച്ച് പോലീസ് വ്യക്തമായി പരിശോധിക്കുന്നുണ്ട്. ഫോറൻസിക് പരിശോധന സംഘത്തിൻ്റെ ഇന്നത്തെ നടപടി ഏറെ നിർണായകമാണ്. കൂടുതൽ തെളിവുകൾ വരും ദിവസങ്ങളിൽ അന്വേഷണ സംഘത്തിന് ലഭിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. സജിത്ത്, യെസ്, അന്വേഷണ സംഘത്തിന് ഇത് സംബന്ധിച്ച തെളിവുകൾ ആ തരത്തിൽ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഈ
തുറന്നുള്ള പരിശോധനകൾ, സംസ്കരിച്ച ഇടം തുറന്നുള്ള പരിശോധനകൾ അടക്കമാണ് ഇന്ന് നടക്കുന്നത്. എന്തായാലും ഇന്നലെ തെളിവെടുപ്പ് അടക്കം പൂർത്തിയായിരുന്നു. ഇന്ന് അത്തരം നടപടികളിലേക്കാണ് ഉണ്ടാകുന്നത്. ഇന്നലെ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ യുവാവിൻ്റെ കടന്നുവരവും തുടർന്നാണ് ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളും ഉണ്ടായത്. ഇതിൻ്റെ ദുരൂഹതകൾ ഇപ്പോഴും ബാക്കിയാണ്. അത് സംബന്ധിച്ച അന്വേഷണത്തിലേക്കാണ് കടക്കുന്നത്.